ഇന്നലെ വൈകിട്ടാണ് അങ്ങേറ്റം ദാരുണമായ സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടായത്. ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ നാസർ എന്ന ആള് അയൽവാസി തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. എന്താണ് നാസർ എന്ന സംഭവം? ഞാൻ വരുമ്പോൾ അവളെ ബ്ലഡ് വൈകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാർ ഞാൻ സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പ ഉണ്ടാക്കി ഒരു കല്ലെടുത്ത് കാറിന്റെ ഗ്ലാസ് നമുക്ക് എറിയുകയും ചെയ്തു. പുള്ളി കൊല്ലപ്പെടുത്തിയ യാസർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ കാറെടുത്ത് വന്നിട്ട് അവരെ എടുത്ത് കുഞ്ഞി എന്ന് പറഞ്ഞ ആളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അപ്പോൾ തന്നെ കുത്തൊക്കെ ഏറ്റ് കിടക്കുമായിരുന്നല്ലോ. ഉപ്പക്ക് അടക്കം കുത്തിട്ടുണ്ട്. ഉപ്പക്ക് ഉമ്മക്കൊക്കെ കുത്തായിട്ടുണ്ടായിരുന്നു. ഉമ്മൻ്റെത് പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും ഉപ്പൻ്റെത് ബ്ലഡ് തലം കൂടെ അങ്ങനെ വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാലും കുറെ പ്രതികരിച്ചു പുള്ളി. ഷിബിലയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഷിബിലിന്റെ അവസ്ഥ അവിടെ വീണ് കിടക്കുകയായിരുന്നു. കഴുത്തിന്റെ അവിടെ ഒരു ആയത്തിലൊരു മുറിവുണ്ടായിരുന്നു. അതിന് ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു. കഴുത്തിനാ കുത്തേറ്റത്. എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ബോഡി മൊത്തം ലൂസായ ഒരു ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ പോയ അവസ്ഥയിലായിരുന്നു. അപ്പം എത്തിയപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി നമ്മള് പെട്ടെന്ന് കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. കാറൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തു. നമ്മൾ അന്നപ്പോ തന്നെ നമ്മളെ കമ്പനിക്കാരന് മെസ്സേജ് അയച്ചു. വാട്സപ്പിൽ വോയിസ് അയക്കുകയും ചെയ്തു. അല്ലാതെ വിളിച്ചും പറഞ്ഞു. കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പെട്രോൾ പമ്പിൽ ഇന്ന വണ്ടിയാണെന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത്. ഗ്ലാസ് പൊട്ടിയത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ആ കാറ് അവിടുന്ന് നിൽക്കും. അതിന്റെ പോലീസുകാർ അവിടെ ഇതെന്നാണോ എന്ന് നോക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ കാണുന്നത്. അപ്പോൾ ആ പുള്ളിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. പോലീസുകാർ ചുറ്റും കൂടി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പുള്ളിന്റെ കയ്യിൽ നേരത്തെ കത്തി ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഗ്ലാസ് താത്തിയിട്ട് കത്തി പുറത്തേക്ക് ഇട്ടു. സറണ്ടർ ആവുന്ന രീതിയിൽ കൈ രണ്ടും പൊന്തിച്ച് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വലിയ നീളമുള്ള കത്തിയാണോ? നമ്മള് വീട്ടിൽ ഒഴിക്കുന്ന കറിക്കത്തി പോലെ നല്ല ഷാർപ്പുള്ള ഒരു മൂർച്ചുള്ള ഒരു കത്തിയായിരുന്നു. നല്ല ഗ്ലൈസിംഗ് ആയിരുന്നു. നമ്മൾ കാണാൻ കഴിയാന്റെ ഷാർപ്പുള്ള ഒരു കത്തിയായിരുന്നു. നിങ്ങൾക്കൊരു ഭയം തോന്നിയില്ല? ഇവിടെ ഈ മുറ്റത്താണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇവിടെ 2-3 ആൾക്കാർക്കും പെട്ടെന്ന് അടുക്കാൻ പറ്റിയില്ല. കാരണം ബ്ലഡിൽ വാർന്നൊഴുകുന്നതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എന്തോ ഒരു ഇതിൽ ഞാൻ എടുത്ത് അവരെ കൊണ്ടുപോയി. നിങ്ങൾ അങ്ങോട്ടിറങ്ങുന്ന വലിയ അപകടമായിരുന്നു. ഇയാൾ കത്തിവീശി നിങ്ങൾക്കെതിരെ തിരിഞ്ഞേനെ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണമല്ലോ. കൈ ഫ്രീ ആയപ്പോൾ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് എന്റെ പുറകിലേക്ക് വീശിയതായിരുന്നു. നിങ്ങളുടെ പുറകെ വീണ്ടും യാസർ വന്നില്ല? ഇല്ല, അവിടെ നിന്ന് ഇറങ്ങി വരിക. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു രംഗത്തിലാണ്. അപ്പൊ ഞാൻ പുള്ളിന്റെ അടുത്തൊക്കെ അടുക്കാൻ ചെന്ന പിടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പുള്ളിന്റെ അടുത്ത് കത്തി ഉണ്ടാവുകയും അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് പുള്ളിന്റെ മേലെ എറിയുകയും ചെയ്തത്. നേരത്തെ പരിചയമുണ്ടോ യാസറുമായിട്ട്? ഇവിടെ അയൽവാസിയാണല്ലോ. അപ്പൊ വരുന്ന കണ്ട പരിചയം ഉണ്ടാവും. അല്ലാതെ തന്നെ ഇവിടെ അടുത്തായിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ഇവിടുന്നാണ് കല്യാണം കൃഷിയാണ് മാറി താമസിച്ചതൊക്കെ. ഒന്നും ചോദിക്കുമോ, നിങ്ങളോട് സംസാരിക്കൊന്നും ചെയ്തില്ല? ഇല്ല, അവനെ ഒരു ടേൺ മൈൻഡിൽ ഭയങ്കര കത്തി വീശി കൊല്ലുന്നതിന്റെ മുമ്പ് അവളോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ തന്നെ ഒരുപാട് പ്രാവശ്യം എന്താ പറയാ അവളെ ചൂഷണം ചെയ്യുകയും തല്ലുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അവൾ ഇറങ്ങിപ്പോന്നതാണ്. അവ വരാത്തത് കാരണം അവളെ ഡ്രസ്സൊക്കെ കത്തിക്കുകയും ഒക്കെ ചെയ്തൊരവസ്ഥ അതിന്റെ മുമ്പ് ന്യൂസിലുണ്ടല്ലോ. ഇന്നലത്തെ ന്യൂസ് സ്റ്റാറ്റസ് ഒക്കെ കിട്ടതാണ്. അതുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ലഹരിയൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു തോന്നൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. ഇന്നലെ ഈ സമയത്ത് എങ്ങനെയായിരുന്നു? നല്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ലഹരി ഉപയോഗിക്കാതെ ഒരു നല്ല മൈൻഡുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലോ. അത് ലഹരിന്റെ പുറത്തായിരിക്കണം. ഇയാളുടെ ഒരു കൂട്ടുകാരനും നേരത്തെ ഇത്തരം അതെ സമാനം ഇവിടെ അടുത്ത് തന്നെയാണ്. ആഷിഖ് എന്ന് പറഞ്ഞിട്ട് ഉമ്മനെ കൊന്ന വ്യക്തി ഫോട്ടോയിൽ അങ്ങനെ കാണുന്നു. അപ്പോൾ ഷിബിലേക്ക് ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ ഇയാളുടെ കൂടെ കഴിയുന്നതിൽ? ഷിബിലക്ക് ഭയമുണ്ട്. ഷിബില അന്ന് ഇവിടുന്ന് വൈഫിനോട് പറഞ്ഞതാണ്, ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വൈഫിനോട് പറഞ്ഞു? എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ദുരിതമായിരുന്നു? അത്രക്കും ദുരിത ജീവിതം ആയതുകൊണ്ടാണ് അവള് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ പണമൊക്കെ വല്ലാതെ ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായിരിക്കണം. നിങ്ങള് വേറെ ഈ ആളുകൾക്ക് അടുത്ത ആളുകളും വല്ലതും എത്തിയിരുന്നു? നിങ്ങൾ
രണ്ടു മൂന്ന് പേരല്ലാതെ വേറെ ആളുകളുണ്ടായിരുന്നു? ഇല്ല, ഇതിനത്ര ആൾക്കാരൊന്നുമില്ല. രണ്ടു മൂന്ന് അടുത്ത ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ പുള്ളിക്ക് കയറി പോകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കി മുപ്പര് കത്തി വീശിയിട്ട് കാറിൽ കയറി പോയതായിരുന്നു. ഇതിപ്പം ഈ ഷിബിലെ തന്നെ ലക്ഷ്യം വെച്ച് വന്നതാണ് അല്ലെ? അതുകൊണ്ടായിരിക്കും ആയിരിക്കണമല്ലോ. ഫസ്റ്റ് അവൾ തന്നെയാണല്ലോ അറ്റാക്ക് ചെയ്തത്. അവളെ അറ്റാക്ക് ചെയ്തതാണ് പിന്നെ തടുക്കാൻ ശ്രമിച്ച ബാക്കി രണ്ടുപേർക്കും ആക്രമണം ഉണ്ടായത്, പരിക്കേറ്റത്. എന്തായാലും കൃത്യമായി നടന്ന കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഈ നാസർ നൽകിയ വിവരങ്ങളിൽ നിന്നാണ് പിന്നീട് പോലീസിന് കൃത്യമായി ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, ഈ സമയത്ത് കാറിന്റെ ചില്ല് ഈ ഷിബിലയുടെ അച്ഛൻ തകർത്തിരുന്നു. ആ തകർത്തത് കൊണ്ട് തന്നെ ചില്ല് തകർന്ന കാർ പോലീസിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷി നമ്മളോട് വെളിപ്പെടുത്തുന്നത്.